നമസ്കാരം. നമ്മളിൽ ഒരുപാട് പേർ ക്ഷേത്രത്തിൽ പോകുമ്പോൾ പലതരം തെറ്റായ പ്രവൃത്തികൾ ചെയ്യുന്നു. അത് അറിയാതെയാണ് ചെയ്യുന്നത്. കാരണം നാം ഒരാൾ ചെയ്യുന്നത് കണ്ടു, അത് നാം ശീലിച്ചു, നമ്മളിൽ നിന്ന് മറ്റൊരാൾ ശീലിച്ചു. 1-ൽ നിന്ന് 10, 10-ൽ നിന്ന് 100, 100 1000, അങ്ങനെ കുറേ കാലം കൊണ്ട് അത് ആചാരമാക്കി മാറ്റപ്പെട്ടു. ഇന്നലെ ചെയ്ത ഒരബദ്ധം ഇന്നത്തെ ആചാരമാകും, നാളത്തെ ശാസ്ത്രമിതാകാം, അതിൽ സമ്മതം മൂളായികരാജൻ എന്ന് തന്നെയാണ് പറയുന്നത്. ഇത്രയും ഒരു ബൃഹത്തായ ശ്ലോകം കേട്ടിട്ടില്ല. ഇന്നലെ ചെയ്ത ഒരബദ്ധം ഇന്നത്തെ ആചാരമാകും, അത് 100 പേർ അനുകരിക്കുന്നു. നല്ലൊരു ഉദാഹരണം ഹനുമാൻ സ്വാമിക്ക് വടമാല ചാർത്തുക എന്നുള്ളതാണ്. വടവൃക്ഷത്തിൻ്റെ ഇല കൊണ്ട്, തളിരില കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന മാല, വടവൃക്ഷം വട എന്ന് പറഞ്ഞ് ലോപിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ എവിടെയോ ഒരാൾ അതിനെ വടയാണല്ലോ എന്ന് പറഞ്ഞ് അതിനെ ഉഴുന്നുവടയാക്കി ഇന്ന് എണ്ണയിൽ പൊരിച്ച ഒരു സാധനം ഭഗവാന്റെ കഴുത്തിലിടുകയാണ്. എന്നിട്ട് എൻ്റെ ആഗ്രഹം നടത്തി തരണേ എന്ന് പറയാണ്. എണ്ണയിൽ പൊരിച്ചിട്ട് മാലയായിട്ട് കെട്ടി തൂക്കുകയാണ്. സാമാന്യ ബുദ്ധിയിൽ നമ്മൾ ഏവരും ചിന്തിക്കേണ്ടതാണ്. ഇന്നലെ ചെയ്ത ഒരബദ്ധം ഇന്നത്തെ ആചാരമാകും, നാളത്തെ ശാസ്ത്രമിതാകാം. നമുക്കിനി വിഷയത്തിലേക്ക് വരാം. ഇതിൽ ക്ഷേത്രങ്ങളിലേക്ക് നാം കടക്കുന്നു. നമ്മൾ അറിയാതെ തന്നെ ആദ്യം ശിവൻ്റെ ക്ഷേത്രമാണെങ്കിൽ അത് നല്ലൊരു ഉദാഹരണമാണ്. നന്ദികേശ്വരനെ കാണുകയാണ്. ആദ്യം നന്ദികേശ്വരനെ നമ്മളൊന്ന് കെട്ടിപ്പിടിക്കും. നന്ദികേശ്വരൻ്റെ കൊമ്പിൻ്റെ ഇടയിലൂടെ നോക്കണം. ഇല്ലെങ്കിൽ നന്ദികേശൻ്റെ വലത്തെ ചെവിക്ക് പിടിച്ചൊന്ന് തിരിക്കണം. ഇല്ലെങ്കിൽ വലത്തെ ചെവിയിൽ പറയണം. എന്നിങ്ങനെ പലതരം കലാപരിപാടികൾ നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയല്ല, അറിയാതെ ചെയ്തു വരുന്നതാണ്. കാരണം നമ്മൾ ആരെ കണ്ടോ, അമ്മാവൻ ചെയ്യുന്നു, അച്ഛൻ ചെയ്യുന്നു, കൊച്ചച്ഛൻ ചെയ്യുന്നു, ഇതൊക്കെ കണ്ട് നാം ശീലിക്കുന്നു, നാം വീണ്ടും ചെയ്യുന്നു. ഇത് തെറ്റല്ല. ഇനി നമുക്ക് ശ്രദ്ധിക്കാം, ഒരു വിഗ്രഹത്തിലും തുടരുത് എന്നുള്ളതാണ്. കാരണം നമ്മൾ എന്താണ് നമ്മുടെ മാനസികാവസ്ഥ, ഏത് മാനസിക അവസ്ഥയിലാണ് നാം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മൾ വിഗ്രഹത്തിൽ തൊടുന്നതിന് മുന്നേ തന്നെ നമ്മൾ അറിയാതെ തന്നെ ഒരു 100 പ്രാവശ്യം തല ചൊറിഞ്ഞു, ചെവിക്കകത്ത് കൈയിട്ടുണ്ടാവും, മൂക്കിനകത്ത് കൈയിട്ടിട്ടുണ്ടാവും. ഇതൊക്കെ ആര് ഓർക്കുന്നു? എന്നിട്ട് ആ കൈ കൊണ്ട് തന്നെ വിഗ്രഹത്തിൽ തേക്കുവാനുള്ള പ്രവണത വരികയാണ്. ചന്ദനം തേക്കുകയാണ്, കുങ്കുമം തേക്കുകയാണ്, നെറ്റിയിൽ തൊട്ട ശേഷം ക്ഷേത്രത്തിലുള്ള ചുമരുകളിൽ തേക്കുകയാണ്. എന്നിങ്ങനെ ഹാബിറ്റാണ്. ഇത് അറിയാതെ പോവുകയാണ്. ഒരുപക്ഷെ പറയുമ്പോൾ തന്നെ ഇനി ചെയ്യില്ല കേട്ടാ, അവർ ചിന്തിക്കാത്തതാണ്. ഇന്നലെ ചെയ്തൊരബദ്ധം. അപ്പോൾ ക്ഷേത്രങ്ങളിൽ ഒരു വിഗ്രഹവും തൊടുവാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നന്ദികേശ്വരനെ കണ്ടു കഴിഞ്ഞാൽ പ്രാർത്ഥനയുണ്ട്. ആദ്യം നന്ദികേശ്വരനെ നമസ്കരിക്കുകയാണ്. നന്ദികേശ മഹാഭാഗ ശിവധ്യാനപരായണ ഗൗരി ശങ്കര സേവാർത്ഥം അനുജ്ഞാം ദാതുമർഹസി. ഗൗരി ശങ്കര സേവാർത്ഥം ഞാൻ ഉമയെയും മഹേശ്വരനെയും കാണുവാൻ പോവുകയാണ്, അവരെ സേവിക്കുവാൻ പോവുകയാണ്, എനിക്ക് അനുവാദം തരണമേ എന്ന് മഹത്തായ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് നാം നന്ദികേശ്വരനെ പ്രാർത്ഥിച്ച ശേഷം കടന്നു മുന്നോട്ട് പോകുന്നത്. എത്ര മഹത്തായ ചിന്തയാണ്, ഒന്ന് നോക്കുക. അവിടെ പോയി നന്ദികേശൻ്റെ ചെവിയിൽ പറയുക, നന്ദികേശൻ ചെന്ന് ശിവൻ്റെ അടുത്ത് പറയും എന്നുള്ള കഥയൊക്കെ എവിടെ നിന്ന് വന്ന് കയറി ഒരു പിടിയുമില്ല. ഇനിയെങ്കിലും നമുക്ക് ചിന്തിക്കാം, പഴയത് പറയുന്നതിൽ അർത്ഥമേ ഇല്ല, മുന്നോട്ട് നമുക്ക് പോകാം എന്നുള്ളതാണ്. ഹാനികരമായ ഒരു പ്രവൃത്തിയും ചെയ്യുവാൻ പാടില്ല, ശാസ്ത്രം അതിന് അനുശാസിക്കുന്നില്ല. ഒരു കാര്യം കൂടി, നാം ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. പ്രവേശിച്ച ഉടനെ ഞാൻ വന്നതായിട്ട് ദേവനെ അറിയിക്കണമെന്ന് പറഞ്ഞ് അവിടെയുള്ള മണി അടിക്കുകയാണ്. ഒരു രക്ഷയില്ല. കൊച്ചു കുട്ടികളെ പഠിപ്പിക്കുകയാണ്. കുട്ടി അറിയാതെ മണി അടിച്ചു കഴിഞ്ഞാൽ ദേവൻ ഒരിക്കലും കോപിക്കില്ല. പക്ഷേ നാം അവിടെ വന്നിട്ടുണ്ടെന്ന് ഭഗവാനെ അറിയിക്കുവാനാണ്, ആ ദേവതയെ അറിയിക്കുവാൻ ഞാൻ മണി അടിക്കുകയാണ് എന്നുള്ള ചിന്തയോടുകൂടി ദയവ് ചെയ്ത് ആരും മണി അടിക്കരുത്. ക്ഷേത്രത്തിൽ ചുമ്മാ മണി അടിക്കരുത് എന്നുള്ള വിഷയം ഏവരിലേക്കും എത്തിക്കുക. നമ്മളത് പ്രാക്ടീസ് ചെയ്യണം, കുട്ടികളെ മനസ്സിലാക്കിപ്പിക്കണം. ദീപാരാധന സമയത്ത് മണി അടിക്കണം, അല്ലാത്ത പക്ഷം അടിക്കരുത് എന്നുള്ള ഒരു വസ്തുത ഏവരും മനസ്സിലാക്കുക. നമസ്കാരം.